ആമി വയലന്റ് ആണോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. കുറെ കാലമായില്ലേ നമ്മള് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഒരു അമ്പലത്തേക്ക് പോണ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഏട്ടൻ ജോലിക്ക് പോയി, അമ്മയും ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കുറച്ച് സമയം നിങ്ങളായിട്ടൊന്ന് ചെലവഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്ക. എന്തൊക്കെ ഓട്ടുവായി കിടന്നേ, ഉറക്കം മതിയില്ലേ ഗൈസ്? ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞുട്ടാ. ഞങ്ങള് സുന്ദരി കുട്ടിയായിട്ടുണ്ട് കണ്ടാ. ഞങ്ങളുടെ പുതിയ ഡ്രസ്, ഈ ഡ്രസ് ആരാ അമ്മി മേടിച്ചത്? അച്ചി മേടിച്ചു തന്നതാ. കുട്ടിയുടെ അച്ചി മേടിച്ചു കൊടുത്താണ് കേട്ടോ. അച്ഛനെ അച്ചിന്നാണ് കേട്ടോ അവള് പറയാ. അച്ചി മേടിച്ചു കൊടുത്താണ്. ഇപ്പൊ ആമി നന്നായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ആദ്യം വേർഡ്സ് മാത്രമേ പറഞ്ഞായിരുന്നുള്ളൂ. 1-2 വേർഡ്സ് ഒക്കെ ഇങ്ങനെ കൂട്ടി പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതൊരു 3-4 വേർഡ്സ് ഒക്കെ കൂട്ടിയിട്ട് ഒരു സെന്റൻസ് പോലെയൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ, കുഞ്ഞിനെ മുതൽ ഇതുവരെ അവളുടെ ഓരോ ഘട്ടങ്ങളും ഇങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ ആസ്വദിച്ച് പോവാണ്. ഓരോന്നും അവള് പറയുമ്പോഴും അയ്യോ ആവല്ലേ ഇത് പറയുന്നത് നമുക്ക് ഞെട്ടിപ്പോയി ഞങ്ങള്. അതേപോലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് പാട്ടുകളുണ്ടല്ലോ, കുറെ ട്രെൻഡിങ് പാട്ടുണ്ട്, ഷോർട്സും റീൽസ് ഒക്കെ എടുക്കണത്. അതൊക്കെ ഒരു വിധമൊക്കെ അവൾക്ക് പാടാൻ അറിയട്ടെ. വയലാർ സോങ്സിന്റെ വരികൾ മാത്രം. കുറെയൊക്കെ അവളുടേതായിട്ടുള്ള വരികളില് ട്യൂണൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടാ. വരികളിൽ അവള് പാടാറുണ്ട്. ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. അത് കത്തിയാ. ഇതാര് മേടിച്ചു കൊടുത്തതാ? ഇതാര് മേടിച്ചതാ? അമ്മക്ക് അച്ചി മേടിച്ചു കൊടുത്തതാണ് കേട്ടാ. ഈ അച്ഛനും ഇവരൊക്കെയാണ് എന്റെ കുട്ടീനെ മനസ്സിലാക്കുന്നത്. മിഠായും കണ്ട സാധനമൊക്കെ മേടിച്ചു കൊടുത്തിട്ട്. ഇത് പൊട്ടിച്ചു നോക്കാം അല്ലേ? പൊട്ടിച്ചു നോക്കാം. നമ്മള് രാവിലെ ആമി ഒരു ചെറിയ നേന്ത്രപ്പഴം കഴിച്ചാൽ പകുതി കഴിച്ചിട്ടുള്ളൂ കേട്ടാ. ഹരിശ്രീ ഇതെന്താ ആമി? ഇതെന്താ കണ്ണാ? നമ്മൾ എന്ത് കാണിക്കുന്നോ അത് മൊത്തം നോക്കി അങ്ങോട്ട് പകർത്തി വെച്ചേക്കാണ്. എന്നിട്ട് ആവശ്യ സമയത്തിന് അവള് നിർത്തി അങ്ങോട്ട് പ്രയോഗിക്കും. അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. വലത്തെ കൈ ഏത്? വലത്തെ കൈ, റൈറ്റ് ഹാൻഡ് ഏതാ? വെരി ഗുഡ്. നിങ്ങൾക്ക് ഫോണിൽ കാണുമ്പോൾ ചിലപ്പോൾ അത് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് തോന്നൂട്ടാ. അത് ഞാൻ ക്യാമറ നേരെ എന്റെ നേർക്ക് വെച്ച കാരണമാണ് അങ്ങനെ തോന്നണത്. ടേസ്റ്റ് ഉണ്ടോ? യമ്മി? സൂപ്പറാ? സൂപ്പർ. അമ്മക്ക് തരുമോ? അമ്മയൊരു പാട്ട് പാടിക്കേ. പാട്ട് പാടോ? കാക്കേ കാക്കേ പാടി കൊടുത്തു. കാക്കേ വേണ്ട, അവൾക്ക് തോന്നണം കേട്ടോ. ഞാന് ഇന്നലെ റീൽസ് കണ്ടോണ്ടിരിക്കുകയായിരുന്നേ. ആ സമയത്ത് ഒരു ട്രെൻഡിങ് സോങ് കയറി വന്നു. അതിന് ട്യൂണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോ ഉണ്ട് ട്യൂണ് ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്തപ്പോ ഇവളുണ്ട് അതിന്റെ ബാക്കി വരി പാടുന്നിരുന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഗൈസ് ഇത്? എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. എനിക്ക് ഇത് പൈനാപ്പിൾ ഫ്ലേവർ ആണേ. പൈനാപ്പിൾ ഫ്ലേവർ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ സ്ട്രോബെറി ഫ്ലേവർ എനിക്ക് ഇഷ്ടമാണ്. ഓറഞ്ച് ഫ്ലേവർ എനിക്ക് അത്ര ഇഷ്ടമല്ല. അതേപോലെ ഇതിന്റെ ഒരു ടെൻഡർ കോക്കനട്ടിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്, അതും എനിക്ക് ഇഷ്ടമല്ല. മറ്റൊരു ഫ്ലേവർ അടിപൊളിയാ. അമ്മ ഇങ്ങനെ കരയ, അയ്യോ അമ്മ ഇങ്ങനെ ചിരിക്ക. പല്ലെവിടെ അമ്മയുടെ? എത്ര പല്ലുണ്ട്? 2 പല്ലുള്ളൂ. അങ്ങനെ പല്ലുണ്ട്, തോനെ പല്ല് വന്നിട്ടുണ്ട്. അമ്മി ഒരു പാട്ട് പാടിക്ക. ഈ
ഈ പാട്ട് പാട്. അങ്ങ് വാനക്കോണില് പാടി കൊടുക്ക. പാടിടാ. ചില പാട്ടുകള് അവള് പാടിയിട്ടുള്ളതിന്റെ ഷോർട്സ് എന്റെ കയ്യിലുണ്ട് തോന്നുന്നു കേട്ടോ. ചെറിയ ചെറിയ കട്ട് പീസുകൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റാണിച്ച ഈ വീഡിയോയുടെ കൂടെ ഞാനത് ആഡ് ചെയ്യാട്ടോ. നിങ്ങൾ മാമു തിന്നിട്ട് വരാ പറയൂ. മാമു തിന്നിട്ട് വരാട്ടോ. ഇപ്പൊ വരാട്ടോ പറയൂ. ഇപ്പൊ വരാട്ടോ. സുഖാണോ എല്ലാവർക്കും? സുഖാണ്. ചോക്കി പൊന്നാ. തോന്നണം അവൾക്ക്. നമുക്ക് തോന്നിയാലേ അവള് ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അല്ലേ പൊന്നാ? ഇപ്പൊ വരാട്ടോ. ആമി ഇവിടെ ആരാ മൂത്രമൊഴിച്ച്? ഇവിടെ ആരാ മൂത്രമൊഴിച്ച്? ആമിയാണ് മൂത്രമൊഴിച്ചേ. മൂത്രമൊഴിച്ചോ? ആ തുണി ഇവിടെ കൊണ്ടിട്ട്. ആ തുണി ഇവിടെ കൊണ്ടിട്ട് പൊന്നാ. തുണി ഇവിടെ കൊണ്ടിട്ട്. തന്നെ പാൻറ്റക്കൂര അറിയാ. തുണി ഇവിടെ കൊണ്ടിട്ട്. ആ മൂത്രമൊഴിച്ചോട് തുണി കൊണ്ടിടണം കേട്ടാ. മൂത്രമൊഴിച്ച് തുണി കൊണ്ടിടുവോ? പാട്. അങ്ങ് വാനെ കൊണ്ട് പഠിക്കാം. ഗൈസ് ഇത് കണ്ടോ? 2 വയസ്സാവാറായ കുട്ടിയുടെ കളിപ്പാട്ടാണ്. കുട്ടി ഡോക്ടറാണ് അല്ലേ? ഡോക്ടറാ. ഇവനെ ചൂജി വയ്ക്കാണ്. അയ്യോ ഡോക്ടർ എന്താ അസുഖം ഒന്നും ചോദിക്കണില്ലേ? എന്താ ആമി എന്താ ചെയ്യണ്? പഠിക്കാണോ? ആമി എഴുത്. 1 2 3 എഴുത്. എഴുത്. നിവർത്താനും പറ്റണില്ലേ? അതവിടെ എഴുത്. പറഞ്ഞെഴുത്. പറഞ്ഞ 1 എഴുത്. ആ പിന്നെ ഉപ്പാണോ? ആ പനിയാ. പനിയാണ്. എന്താ അവിടെ പോയി നിക്കണ്? പനിയാണോ ചോദിച്ചിട്ട് അവിടെ പോയിട്ട് ഡോക്ടർ നിക്ക. കുറുമ്പ് കാണിക്കാണ്. കണ്ണോണ്ട് ആക്ഷൻ കാണിക്കണക്ക്. ആ താമടി. അല്ല കളിക്ക്. ആ കൈകൊണ്ട് കാണിക്കടാ. അങ്ങനെ കാണിക്കടാ. അങ്ങനെ കാണിക്കടാ. ഇടയ്ക്ക് ഓരോ ഡോസ് കയറി വരണതാണ് അവൾക്ക്. ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറയാനും പാടാനൊക്കെ തോന്നും. അപ്പൊ അങ്ങനെ കയറി അങ്ങ് പാടും അവള്. പാട്. ടൈല പാട്. പാട്. പിന്നെന്താ നീലാത് പാട്. നീലാത് അതാ കുറുമ്പ് കാണിക്കല്ലേ പൊന്നോ. നിങ്ങൾ ഇങ്ങനെ ഇരിക്കും നോക്കണ്ടോട്ട്. ഇവള് ആള് ഭയങ്കര വിളവത്തിയാണ്. ഭയങ്കര പോക്കിരിയാണ് ഇവള്. ഭയങ്കര പോക്കിരി. ആരാ ഇവിടുത്തെ പോക്കിരി? അച്ഛനെ പോക്കിരി. ഇവിടത്തെ പോക്കിരി ആരാ? അമ്മാമ്മയെ പോക്കിരി. ആമയല്ലേ പോക്കിരി ഇവിടുത്തെ? കണ്ടാ ആ പെൻസിൽ വെച്ചിങ്ങനെ കണ്ടാ? ആമി എങ്ങനെയാ എഴുതുക? ഒന്ന് കാണിച്ചു കൊടുത്തേ. ആമി എങ്ങനെയാ എഴുതുക? ആമി ഭയങ്കര പഠിപ്പാണ് കേട്ടോ ഗൈസ്. ഇപ്പൊ ഭയങ്കരമായിട്ട് പഠിക്കണൊക്കെ ഉണ്ട്. ഇനി വലുതാകുമ്പോ എന്താവും സ്ഥിതി എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. 1 2 പറയടി പെണ്ണെ. എഴുതാൻ പറ്റണില്ലേ?
നമ്മൾ കൈ പിടിപ്പിച്ച് എഴുതിക്കരുത് എന്നൊക്കെ പറയാലുണ്ട് കേട്ടോ. ഇവിടെ വയസ്സായവരൊക്കെ കൈ പിടിപ്പിച്ചൊന്നും എഴുതിപ്പിക്കണില്ല. അവള് സ്വയമായിട്ട് അവള് കണ്ടോ പേനയൊക്കെ പിടിക്കാനും പെൻസിലൊക്കെ പിടിക്കാനൊക്കെ നന്നായിട്ട് അറിയണുണ്ട് അവൾക്ക്. നമ്മൾ പഠിപ്പിച്ചു കൊടുത്തൊന്നല്ല കേട്ടോ. അവിടെ നമ്മുടെ മാമന്റെ മക്കളൊക്കെ എഴുതണതും പിടിക്കണതൊക്കെ കണ്ടിട്ട് അങ്ങനെ അവൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചതാണ്. നമ്മളായിട്ട് ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല അവൾക്ക്. ഓട്ടോമാറ്റിക്കലി അവള് പഠിച്ചതാണ് കേട്ടാ. ആമി പല്ലേക്കാണാ. അപ്പൊ അങ്ങനെ അതൊക്കെ അവള് കുത്തി വരണതാണ്. ഇതാ കൊറേ കുത്തി വരണ്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവള് കുത്തി വരണ്ട് വെച്ചതാണ്. അപ്പോ നമ്മളിപ്പോ കുട്ടികൾക്ക് പേന കൊടുക്കരുത്, ഒന്നും കൊടുക്കരുത്, ഇപ്പോഴേ കൊടുക്കരുത് എന്നൊക്കെ പറയാം. നമ്മൾ അടുത്തിരുത്തിയിട്ട് കൊടുക്കുക. പേന അഥവാ പേനയും പെൻസിലൊക്കെ മൂർച്ചുള്ളതൊക്കെ കൊടുത്തിട്ട് ഓടി കളിക്കാൻ സമ്മതിക്കാതിരിക്കുക. ഓടി കളിപ്പിക്കരുത്. കാരണം വീഴ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വല്ല കണ്ണിലോ മൂക്കിലോ കുത്തി കയറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഓടി കളിപ്പിക്കാണ്ട് നമ്മൾ ഇവിടെ അവരുടെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ഇതേപോലെ ചീപ്പിക്കുകയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇവരേനെ പെൻസിലും പേനയൊക്കെ എഴുതാൻ വിട്ടിട്ട് നമ്മൾ ഫോണിലിരുന്ന് കളിക്കുകയാണെന്ന് വെച്ചാൽ അതും അങ്ങനെയും ചെയ്യാൻ പാടില്ല കേട്ടാ. അങ്ങനെ ചിലവർ ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഏട്ട എപ്പോഴും എന്നെ ചീത്ത പറയും അങ്ങനെ ചെയ്യരുത് എന്ന്. എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്കാ പോവാൻ, മറ്റുള്ളവർക്കല്ല. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ അടുത്തിരിക്കുമ്പോഴും. അവർ എന്താ കാട്ടിന് പന്നാ അങ്ങനെ ചെയ്യരുത് പറഞ്ഞിട്ടുണ്ടാ. പൂക്കല് അടി അടി കിട്ടൂട്ടാ. ഇതാണ് ഇവിടുത്തെ അംഗം. ഒന്ന് ചെയ്യരുത് പറഞ്ഞ പിന്നെ അതല്ലാണ്ട് എന്റെ മോള് ചെയ്യില്ല. അമ്മ എവിടേക്ക് ആമീനെ തല്ല? അമ്മ എവിടേക്ക് ആമീനെ തല്ലാര്? അമ്മ ആമീനെ തല്ലുവോ? അമ്മ ആമീനെ തല്ലുവോ? കണ്ടോ ദേഷ്യം കണ്ടോ? ആ പെൻസിൽ എവിടെയാ കിടക്കണ നോക്ക്. കണ്ടാ ഒരൊച്ചേർന്നത് ആ മുക്കിലേക്ക് എത്തി പെൻസില്. അതാണ് ഇവിടത്തെ അംഗം. ഇനി പെൻസിലും പേനയും വേണം പണ്ട് കിടന്ന് കരയും. പോയെടുത്താ. ഞാനൊന്നും എടുക്കില്ലേ പോയിട്ട്. കുറുമ്പാണ് ഗൈസ്. എനിക്ക് വെയ്യ തൂറ്റു ഞാൻ. കണ്ടോ വെള്ളം മൊത്തം അവിടെ കളഞ്ഞു. ഇതാണ് ഇവിടുത്തെ അംഗം ഗൈസ്. നിങ്ങൾ പറ, ഇതുപോലത്തെ ആളെ ആരെങ്കിലൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഭയങ്കര പാടാണ് കേട്ടോ. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും കണ്ണ് തെറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ അവര് കുരുത്തക്കേട് ചെയ്തോണ്ടിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവളുടെ വിശേഷങ്ങള് കാണിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 4 എന്താ ആമിയെ ഇതെന്താ സാധനം? 4-5 മണിക്കൂറിന്റെ വിശേഷങ്ങൾ ഇവളായിട്ട് തന്നെ പറയേണ്ടി വരും. പോയി ഗൈസ്. അപ്പൊ എന്റെ മോളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ അംഗം കേട്ടോ. ഇതൊന്നല്ല, ഇതിന് വലുത് എത്രയോ ഉണ്ട്. നമ്മള് അതൊക്കെ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ എനിക്ക് നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്നൊരു ചെറിയ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോ വീഡിയോ എടുത്തു മാത്രം കേട്ടോ. പീരിയഡ്സ് ആയിരിക്കാണ് ഗൈസ്. അപ്പൊ ഭയങ്കരമായിട്ട് വയറുവേദന ഉണ്ടായിരുന്നു. തീരെ ബ്ലഡ് ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പൊ ഏട്ടൻ എനിക്ക് ഇന്നലെ രാത്രി വരുമ്പോ അനാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറുതായിട്ട് കേടുണ്ട് കേട്ടോ. ചെറിയൊരു തഞ്ഞ പോലെ തോന്നുന്നുണ്ട്. മധുരമുണ്ട്. നല്ലതാണ് പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത്. പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത് അനാറ് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ബ്ലഡൊക്കെ കുറവുള്ള ആളാണ് വെച്ചാൽ ബ്ലഡ് നന്നായിട്ട് ഉണ്ടാവാനും. ഈ ബ്ലഡ് മര്യാദക്ക് പോവാത്ത കാരണമാണ് നമുക്ക് വയറുവേദന എടുക്കണത്. എനിക്ക് അങ്ങനെയാണോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ അനാറ് കഴിക്കുന്ന സമയത്തൊന്നും എനിക്ക് അങ്ങനെ വയറുവേദന എടുക്കാറില്ല കേട്ടോ. ചിന്നലെ ഭയങ്കരമായിട്ട് വയറുവേദന ഭയങ്കരമായിട്ട് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, അപ്പൊ ഓക്കെയാണ്. അപ്പൊ ഞാനിത് കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സോറി.